സൗദി തലസ്ഥാനമായ റിയാദ് അമ്പരപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു. ഏപ്രിൽ 13 മുതൽ ഇന്ത്യൻ പൗരന്മാർക്കുള്ള ഹ്രസ്വകാല വിസകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഹജ്ജ് തീർത്ഥാടനം അവസാനിക്കുന്നതുവരെ ഇത് തുടരും. ഈ നാടകീയ തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ദുരന്തത്തിൽ പതിഞ്ഞ ഹൃദയഭേദകമായ ഒരു അധ്യായമാണിത്. 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ കത്തുന്ന കൊടും വെയിലിൽ 1000-ലധികം തീർത്ഥാടകർക്കാണ് ജീവൻ നഷ്ടമായത്. മരിച്ചവരിൽ പലരും രജിസ്റ്റർ ചെയ്യാത്തവരായിരുന്നു. ഹജ്ജ് വിസയ്ക്ക് പകരം സാധാരണ യാത്രാ വിസയിൽ ചുറ്റിക്കറങ്ങിയവരാണ് ഇക്കൂട്ടർ. ഹജ്ജ് വെറുമൊരു യാത്രയല്ല. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കിത് വിശ്വാസത്തിന്റെ ഒരു തൂണാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചൂടും ഭക്തിയും നിറഞ്ഞ ദിവസങ്ങൾ സഹിക്കാനുള്ള ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരം. എന്നാൽ ഹജ്ജ് വിസ ഒഴിവാക്കി വരുന്നവർ താമസ സൗകര്യം, വൈദ്യസഹായം, ക്രമീകരണങ്ങൾ ഉറപ്പാക്കുക എന്നിവയുടെ സുരക്ഷയെ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അതോടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. വലിയ രീതിയിലുള്ള ജനക്കൂട്ടം തിക്കും തിരക്കിനും വഴിവെക്കുന്നു. നിലവിൽ സൗദി അധികൃതർ കടുത്ത നിയമങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയമലംഘനം ചെയ്യുന്നവർക്ക് 2 ലക്ഷത്തോളം പിഴ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ വീട്, വാഹനങ്ങൾ പോലുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടൽ എന്നിവ നേരിടേണ്ടി വരും. ഇതിനകം 18,000-ലധികം പേർ ഈ നടപടിയിൽ സൗദി അധികൃതരുടെ പിടിയിലായിട്ടുണ്ട്. വിസ നിരോധനം ഇന്ത്യക്ക് മാത്രമല്ല, മറ്റ് 4 രാജ്യങ്ങളിലെ സഞ്ചാരികളെയും ഇത് ബാധിക്കുന്നു. ടൂറിസ്റ്റ്, ബിസിനസ്, ഫാമിലി, ഉംറ എന്നീ വിസകൾ താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നു. ഏപ്രിൽ 13-നകം വിസ ലഭിച്ചവർക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ. ഹജ്ജ് തീരും വരെ കവാടങ്ങൾ അടയും. സൗദിയിൽ സാധുതയുള്ള താമസ അനുമതിയുള്ള ഇന്ത്യക്കാരോ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഔദ്യോഗിക വിസ ലഭിച്ച തീർത്ഥാടകരോ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഹജ്ജ് കമ്മിറ്റിയാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഈ യാത്രയിൽ മാർഗനിർദ്ദേശം നൽകുന്നത്. സൗദി അറേബ്യയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് സാധുവായ പെർമിറ്റുകളോടെ ഇന്ത്യയുടെ ഹജ്ജ് കമ്മിറ്റി വഴി ഔദ്യോഗിക ഹജ്ജ് വിസ ലഭിച്ച തീർത്ഥാടകർക്കും പ്രശ്നമില്ല. 1,75,000-ലധികം മരുഭൂമിയിലെ ചൂടിൽ ഒറ്റയ്ക്കാവാതിരിക്കാനുള്ള സുവർണ ടിക്കറ്റാണ് ലഭിച്ചത്. സൗദിയുടെ ഈ നിയമം അധികനാൾ മുന്നോട്ടു പോകില്ല. ഹജ്ജ് ക്രമീകരണങ്ങൾ ശക്തിപ്പെടുത്താനുള്ള ഒരു താൽക്കാലിക നടപടിയാണിത്. സൗദി അറേബ്യ വളരെ കൃത്യമായി സന്ദേശം നൽകുന്നു. ഹജ്ജിനായി വരുന്നവർ ഔദ്യോഗിക പാത മാത്രം പിന്തുടരണം. നിയമലംഘനത്തിന് കഠിനമായ ശിക്ഷ നൽകുമെന്നും തീർത്ഥാടകർ ശ്രദ്ധിക്കണം. അതിനാൽ ഏപ്രിൽ മധ്യത്തിനു ശേഷം ഹജ്ജ് വിസയില്ലാത്തവർക്ക് സൗദിയിലേക്കുള്ള വഴി അടച്ചുപൂട്ടും. ഒരു താൽക്കാലിക നിയന്ത്രണം, എന്നാൽ അതിർത്തികൾ മുറിച്ചുകടക്കുന്നതിന് ഒരു മുന്നറിയിപ്പ്.